ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വരാൻ പോകുന്ന സെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്സ് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ ചോദ്യങ്ങൾ കിട്ടിയാലും അതെല്ലാം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആൻസർ എടുത്ത് നോക്കാതെ സ്വയം ഒന്ന് ആൻസർ ചെയ്തതിന് ശേഷം സ്വയം നമ്മുടെ ഒരു നോളജ് ലെവൽ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഉത്തരം ചെക്ക് ചെയ്യാൻ വേണം ശ്രമിക്കാൻ കേട്ടോ. ഓക്കെ, വിച്ച് ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ദേ ആർ ഫോംഡ്. നമ്മൾ വലിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പഠിച്ചു വയ്ക്കും അല്ലേ, എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പലപ്പോഴും പഠിക്കാൻ വിട്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വിച്ച് ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ഹൗ ദേ ആർ ഫോംഡ്. ഓക്കെ, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് വേർഡ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളതെന്നും പറയുന്ന ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, വിച്ച് ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ് ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ദേ ആർ ഫോംഡ്. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് വേർഡ്സിനെ കുറിച്ചും അതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്നും പറയുന്ന ബ്രാഞ്ചിന്റെ പേര് ഫോണോളജി ആണോ, സിൻടാക്സ് ആണോ, മോർഫോളജി ആണോ, സെമാന്റിക്സ് ആണോ? വേർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം മോർഫോളജി. ഫോണോളജി ആണെങ്കിൽ എന്താണ്? സൗണ്ട് സിസ്റ്റം അല്ലെ, ഫോൺ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്നു എന്നുള്ള ഒരു കോഡ് ഓർത്താലും മതി. ഫോണോളജി ആണെങ്കിൽ സൗണ്ട് സിസ്റ്റം ആണ്. മോർഫോളജി എം തിരിച്ചിട്ടാൽ നമുക്ക് W കിട്ടും അല്ലെ. അപ്പം വേർഡ്സിനെ കുറിച്ച് പറയുന്നത് മോർഫോളജിയിലാണ് എന്നുള്ള കോഡ് വേണമെങ്കിൽ ഓർക്കാം. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, വേർഡ് ഓർഡർ അല്ലെ. ഇനി സെമാന്റിക്സ് എന്ന് പറഞ്ഞാലോ അർത്ഥങ്ങളുടെ പഠനമാണ് അല്ലെ, സ്റ്റഡി ഓഫ് മീനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെമാന്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോർഫോളജി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്? ഇംഗ്ലീഷ് ഭാഷയിലെ കോൺസണന്റ് സൗണ്ട്സിന്റെ എണ്ണം ഒന്ന് പറയണം. അത്രേ ഉള്ളൂ ചോദ്യം. ഓക്കെ, 12, 20, 24, 26. 12, 20, 24, 26. ഓക്കെ, ആൻസർ വരുന്നത് 24 ആണ്. ഓക്കെ, 24. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ എത്ര കോൺസണന്റ് സൗണ്ട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 24 എണ്ണം ഉണ്ട് കേട്ടോ, 24. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്. നോ കണക്ഷൻ between a linguistic form and its meaning describes which property of language. അതായത് ലിംഗ്വിസ്റ്റിക് ഫോമും അതിന്റെ മീനിങ്ങും തമ്മിൽ, ഇപ്പം ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് അല്ലെ, കുട്ടികൾ വരുന്നു പഠിച്ചിട്ട് അറിവ് നേടി പോകുന്ന സ്ഥലം. അങ്ങനെ വാക്കും അതിന്റെ അർത്ഥവും തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ അത് ലാംഗ്വേജിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് സൂചിപ്പിക്കുന്നത്? ഡ്യുവാലിറ്റി ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, ആർബിട്രിനെസ് ആണോ, അതോ പ്രൊഡക്ടിവിറ്റി ആണോ? സിമ്പിൾ ആണ്, പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലൊരു കൺഫ്യൂഷൻ വരും അല്ലെ. അപ്പം ആ ഒരു നോ കണക്ഷനെ സൂചിപ്പിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർബിട്രിനെസ് ഓഫ് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജിന്റെ ആർബിട്രറി സ്വഭാവമാണ് നോ കണക്ഷൻ ബിറ്റ്വീൻ ലിംഗ്വിസ്റ്റിക് ഫോം ആൻഡ് ഇറ്റ്സ് മീനിങ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ദ സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ് ഈസ് കോൾഡ്. സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജിനെ എന്താണ് പറയുന്നത്? ഓക്കെ, സ്റ്റഡി ഓഫ് മീനിങ് ഇൻ ലാംഗ്വേജ് ഈസ് കോൾഡ് ഫോണോളജി, സിൻടാക്സ്, മോർഫോളജി, സെമാന്റിക്സ്. Phonology, syntax, morphology, semantics. Okay, study of meaning in language is called semantics. Okay, study of meaning in language is called semantics. Semantics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിനകത്തത് കണ്ടതല്ലേ, നോക്കിക്കേ ഇവിടെ സെമാന്റിക്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് മീനിങ്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്, സെമാന്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് മീനിങ്ങിനെ പറയുന്നത് സെമാന്റിക്സ് എന്നാണ്. ഓക്കെ, അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. Who introduced the concept of land and parole? Land, parole പോലെയുള്ള കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഫെർഡിനാൻഡ് ഡി സഷൂർ, നോം ചോംസ്കി, എഡ്വാർഡ് സാപ്പർ, അതുപോലെ തന്നെ നമ്മുടെ ലിയോനാർഡ് ബ്ലൂംഫീൽഡ്. ഓക്കെ, അപ്പം ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ലാങ് ആൻഡ് പരോൾ? ആൻസർ വരുന്നത് സഷൂർ ആണ് കേട്ടോ. ഫെർഡിനാൻഡ് ഡി സഷൂർ എന്ന സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ലാങ് ആൻഡ് പരോൾ എന്നൊക്കെ പറയുന്ന ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് LAD, 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 ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് ചോംസ്കി ആണ്. ഓക്കെ, നോം ചോംസ്കി ആണ്. യങ്ങർ ഏജിലായിരിക്കും കുട്ടികളിൽ ഏറ്റവും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണിലെ ഏറ്റവും ആക്റ്റീവായിട്ട് ലാഡ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ കൂടുതൽ ഭാഷകൾ പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവൊക്കെ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ 5 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇതുപോലെ സീരീസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വെക്കാറുള്ളത് അല്ലെ. അപ്പം എപ്പോഴും
ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക, ഒരു 5 or 10 ചോദ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് കളക്റ്റീവായിട്ട് എടുത്ത് പഠിക്കുക. പിന്നെ ഈ 5 ചോദ്യങ്ങൾ തന്നെ പഠിക്കുന്നതിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 3 ചോദ്യം ഓൾറെഡി അറിയായിരിക്കും, പുതിയതായിട്ട് അറിയാത്ത 2 ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അത് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് മാർക്ക് മിസ്സാവില്ല അല്ലേ. അങ്ങനെ കൃത്യമായി അറേഞ്ച് ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ടോപ്പിക്സ് പഠിക്കുന്നതിന്റെ ഈക്വൽ എമൗണ്ടിൽ തന്നെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഇനിയും അടുത്ത വീഡിയോസിലായിട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.